വെച്ച് പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി അമേരിക്ക റാഞ്ചുമ്പോൾ ഡൊണാൾഡ് ട്രംപ് 3 കാര്യങ്ങളാണ് ഒരേ സമയം ലക്ഷ്യമിടുന്നത്. തന്നെയും അമേരിക്കയും അനുസരിക്കാത്ത ഒരു രാജ്യത്തെയും അതിന്റെ ഭരണത്തലവനെയും ഇല്ലാതാക്കുക, വെനസ്വേലയിലെ അമൂല്യമായ വൻ എണ്ണശേഖരം, ഒപ്പം ലോകത്തിന്റെ തന്നെ ലഹരി മരുന്ന് കേന്ദ്രം തകർത്ത് സുരക്ഷിതമാക്കുക. അങ്ങനെ അമേരിക്കയുടെ അധിനിവേശം ഉറപ്പിക്കാനുള്ള ട്രംപിന്റെ ഒടുവിലത്തെ നീക്കമാണ് ലോകത്തെ ഞെട്ടിച്ച് വെനസ്വേലയ്ക്ക് നേരെയുള്ള ആക്രമണം. വെനസ്വേലയെ കടലിലും കരയിലും വളഞ്ഞ് ആക്രമിച്ച് പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കി അമേരിക്ക കസ്റ്റഡിയിലെടുത്തു. മദുറോ സർക്കാരിനെതിരെ ശക്തമായ നീക്കം നേരത്തെ തുടങ്ങിയിരുന്ന ട്രംപ് പലതവണ ശക്തമായ താക്കീതും നൽകിയിരുന്നു. മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് വെനസ്വേലയൻ കപ്പലുകളും ബോട്ടുകളും തകർക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയും മദുറോ സർക്കാരിനെ താഴെയിറക്കാൻ പഠിച്ച പണി 18 അമേരിക്ക നോക്കി. ഒടുവിൽ ലോകത്തെ ഞെട്ടിച്ച വലിയ ആക്രമണമാണ് അമേരിക്ക വെനസ്വേലയിൽ നടത്തിയത്. തന്നെ എതിർക്കുന്ന ഒരു ഭരണാധികാരി വേണ്ട, അതുകൊണ്ട് മദുറോയ്ക്കെതിരെ തീവ്രവാദ ഗൂഢാലോചന, കൊക്കൈൻ ഇറക്കുമതി തുടങ്ങിയ കുറ്റങ്ങളാണ് അമേരിക്ക ചുമത്തിയത്. വെനസ്വേലയിലെ വൻ എണ്ണശേഖരം, അതുവഴി വരുന്ന സമ്പത്ത്, ഇതിൽ ട്രംപിന് കണ്ണുണ്ടായിരുന്നു. വെനസ്വേലയുടെ തലസ്ഥാന നഗരമായ കാരക്കാസിൽ ഉൾപ്പെടെയാണ് വ്യോമാക്രമണം ഉണ്ടായത്. ഈ സമയം അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് എന്നറിയപ്പെടുന്ന സംഘം വെനസ്വേലയിൽ പറന്നിറങ്ങി പ്രസിഡന്റിനെയും ഭാര്യയെയും ബന്ദികളാക്കി കടത്തി. തലസ്ഥാനത്തിന്റെ മധ്യഭാഗത്തുള്ള ലാ കാർലോട്ട സൈനിക വിമാനത്താവളവും പ്രധാന സൈനിക താവളമായ ഫ്യൂർട്ടെ ടിയൂണ ഉൾപ്പെടെ ആക്രമിച്ചു. ഫ്ലോറിഡയിലെ മാർ എലാഗോയിലെ ഒരു പ്രത്യേക മുറിയിലിരുന്ന് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കും ജനറൽമാർക്കുമൊപ്പമാണ് ട്രംപ് ദൗത്യം നിരീക്ഷിച്ചത്. യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഈ ഓപ്പറേഷനിൽ നിർണായകമായിരുന്നു. മദുറോ ജീവനോടെയുണ്ടോ എന്നതിന് തെളിവ് നൽകണമെന്ന് വെനസ്വേല സർക്കാർ യുഎസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് മദുറോയെയും ഭാര്യയെയും യുഎസ് സൈന്യം കസ്റ്റഡിയിലെടുത്തെന്ന് പുറം ലോകം അറിഞ്ഞത്. ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇറാനും റഷ്യയും ചൈനയും കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഹ്യൂഗോ ചാവേസിന്റെ മരണശേഷം 2013 നിക്കോളാസ് മദുറോ വെനസ്വേലയുടെ പ്രസിഡന്റായത്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് അദ്ദേഹം ഉയർന്നു വന്നത്. വിദേശകാര്യമന്ത്രിയായും പിന്നീട് വൈസ് പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കടുത്ത വിമർശകനായിരുന്നു മദുറോ. ഹ്യൂഗോ ചാവേസിനെയും പലതവണ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിച്ചിരുന്നു. എന്നാൽ ചാവേസിനുള്ള വലിയ ജനപിന്തുണയാണ് അതിന് തടസ്സമായത്. എന്നാൽ മദുറോയ്ക്ക് ചാവേസിന്റെ ജനപ്രീതി വെനസ്വേലയിലില്ല. മയക്കുമരുന്ന് മാഫിയകളെ നിലക്കി നിർത്താനും നിയന്ത്രിക്കാനും മദുറോ ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല.